എല്ലാവർക്കും നമസ്കാരം. ട്രംപ് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പദ്ധതിയിലായിരുന്നു. തങ്ങൾക്ക് മറ്റ് രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴും ലോക പോലീസ് കളിക്കാനായിട്ട് ഒരു പണി ഒപ്പിക്കണം. അതിന് കുറച്ച് പദ്ധതികൾ വേണം. മാസങ്ങൾക്ക് മുമ്പേ ഇതിനുള്ള പ്ലാനുകളൊക്കെ പുള്ളിക്കാരൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പോക്കിരിത്തരത്തിന് കുറച്ച് പേര് അവിടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ആ നാടിന്റെ ഒരു തലവനെ പിടിക്കാനാണ് പ്ലാൻ ചെയ്തത്. അയാളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയുന്ന ന്യായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ രാജ്യത്തിന് ത്രെട്ട് ഉണ്ടാക്കി, അപ്പൊ അയാൾക്കെതിരെ ഒരു കേസൊക്കെ ഇവിടെ ഉണ്ട്, അപ്പൊ ഞങ്ങൾക്കൊന്ന് വിചാരണ ചെയ്യണം, അതിന് പ്രതിനെ പിടിക്കണമല്ലോ. അത് ഏത് രാജ്യത്തെ കൊമ്പത്തെ തമ്പുരാനായാലും ശരി, ഞങ്ങൾ അങ്ങ് പിടിക്കും, ഞങ്ങളാണ് ലോക രാജ്യങ്ങളുടെ പോലീസ് അല്ലെങ്കിൽ രാജാവ് എന്നുള്ള രീതിയിൽ ട്രംപ് സിംഹാസനത്തിലിരുന്ന് പറഞ്ഞു. അപ്പോൾ അത് കേൾക്കാനായിട്ട് അവരുടെ ഭരണാധികാരിയായിട്ട് ഇരിക്കുന്ന സമയത്ത് അയാളെ പിന്താങ്ങുന്ന കുറെ പേരുണ്ട്, സൈനികരുണ്ട്. പണ്ടത്തെ രാജ രീതികളാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്. ഇതിൽ എന്ത് ജനാധിപത്യമാണുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. അതിന് ഇയാൾ പറയുന്ന കുറേ ന്യായങ്ങളുണ്ട്. ആ രാജ്യം അത്രയും മോശമാക്കിയത് അയാളാണ്. ഓക്കെ, സമ്മതിച്ചു, ആ രാജ്യത്തിന്റെ ഭരണാധികാരി മോശമാണ്. അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇങ്ങനെ ഒരു രീതിയിലാണോ? അതായത് ആ രാജ്യം ഇപ്പോൾ ഇയാൾ ഭരിക്കാൻ പോവാണ്, അമേരിക്കയുടെ പ്രസിഡന്റിന് ഇപ്പോൾ അവിടെ നല്ലൊരു രാജാവിനെ കണ്ടെത്തണമല്ലോ, രാജാവ് എന്ന് തന്നെ പറയണം, ആ ഒരാളെ കണ്ടെത്തുന്നത് വരെ ഞാൻ അത് ഭരിക്കും. അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടുന്ന, അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്ന, അമേരിക്കയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരാൾ അവിടെ ഭരണത്തിൽ വരുന്നത് വരെ ആ രാജ്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള തമ്പ്രാൻ നയം, അങ്ങനെ തന്നെ അതിന് പറയാം. ഇതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. ഇത് പലർക്കുമുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക്. അവിടെയുള്ള സോഷ്യലിസ്റ്റ് ഭരണം, അതിനെതിരെ നിൽക്കാനാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞങ്ങളെ ഭരിക്കാനായിട്ട്, ഞങ്ങളെ തടവിലാക്കാൻ നോക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ ഡോളറിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ സൂക്ഷിച്ചോളൂ, ഞങ്ങൾ ഇതുപോലെ കയറി അങ്ങ് നിരങ്ങും നിങ്ങളുടെ രാജ്യത്ത്, പിന്നെ ഞങ്ങളായിരിക്കും അത് ഭരിക്കുക. പണ്ട് കാലത്ത് ഇത് കണ്ടിട്ടുണ്ട്, രാജാക്കന്മാര് അവർക്ക് ഇഷ്ടമില്ലാത്ത പല രാജ്യങ്ങളും അയാളെ സ്വന്തമാക്കിയതിന് ശേഷം അയാൾക്ക് ഇഷ്ടമുള്ള ഒരു പാവ രാജാവിനെ അവിടെ വയ്ക്കും, എന്നിട്ട് ആ രാജ്യം ഭരിക്കും. ഈ ഒരു സെയിം ടെക്നിക്ക് തന്നെയാണ് അമേരിക്ക ചെയ്യുന്നത്. അമേരിക്കയുടെ ഡോളറിന് ഒരു തരത്തിലും വില ഇടിയാൻ പാടില്ല. ഒരു ഭാഗത്ത് ചൈന അങ്ങ് വളർന്നു പന്തലിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അടുത്തത് അമേരിക്കയെ തകർക്കാൻ നോക്കുന്നത് ചൈനയാവാം. ഒപ്പം തന്നെ ഇന്ത്യയും റഷ്യയും ചൈനയും ഒന്നിച്ചിട്ട് ഇപ്പോൾ കുറച്ച് പരിപാടികൾ നടത്തുന്നുണ്ട്. റഷ്യയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ ഇന്ത്യൻ പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ റൂബിൾ എടുക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി ഓൺലൈൻ പേയ്മെന്റിനായിട്ട് പല രാജ്യങ്ങളിലും ഗൂഗിൾ പേ പോലുള്ള കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുന്നു. ഞാൻ ഗൂഗിൾ പേ എന്ന് ഉദ്ദേശിച്ചത് ഓൺലൈൻ പേയ്മെന്റ് ആണ് ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളത്. അപ്പൊ ആ ഒരു ഓൺലൈൻ പേയ്മെന്റുകൾ കൊണ്ടുവന്ന് ഇന്ത്യൻ റുപ്പീസ് എല്ലായിടത്തും വാല്യൂ ഉണ്ടാക്കാൻ നോക്കുകയാണ്. സ്വാഭാവികമായിട്ട് എവിടെ സാമ്പത്തിക പരിപാടി നടന്നാലും അതിന് ഉപയോഗിക്കാവുന്ന ഒന്നേ ഉള്ളൂ, അത് ഡോളർ ആയിരുന്നു. ഏകദേശം 80% പോലും വിപണിയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് ഡോളർ കൊണ്ടാണ്. ഈ ഡോളറിന്റെ കുത്തൊഴുക്ക് ഒരു തരത്തിൽ നശിപ്പിക്കുകയാണ് ഇന്ത്യയും റഷ്യയും ചൈനയും ഒക്കെ. ചൈനയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്, ഇന്ത്യ നന്നായി വളർന്നു വരുന്നുണ്ട്, റഷ്യ നന്നായി വളർന്നു വരുന്നുണ്ട്. ഈ 3 രാജ്യങ്ങളെയും പൊട്ടിക്കുക എന്ന് മാത്രമാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. ഒരു സമയത്ത് നോബൽ സമ്മാനം വാങ്ങണമെന്ന് പറഞ്ഞ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നം തീർത്തത് ഞാനാണെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ ചെയ്ത കാര്യം ഒരു സമാധാനത്തിന്റെ നോബൽ സമ്മാനം വാങ്ങാൻ പറ്റിയ ഒരാൾക്ക് പറ്റിയ രീതിയാണോ? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരാളുടെ ശൈലിയാണോ ഇത്? അതാണ് ആദ്യ ചോദ്യം. അപ്പൊ ഒരു ഭാഗത്ത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വാങ്ങും വേണം, മറുഭാഗത്ത് രാജാവിനെ പോലെ എല്ലാവരും ഭരിച്ചു നിൽക്കും വേണം. 2 തോണിയിൽ കാലിട്ട് സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ട്രംപിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ പല ആളുകളും ട്രംപിനെ ന്യായീകരിക്കുന്നുണ്ടാവും. അതായത് ആ രാജ്യത്തിനെ തകർത്തു, ഇത് കഴിവാണ്, മറ്റേതാണ്, മറിച്ചാണ്. ഒരുപക്ഷെ ഇന്ത്യയെ തകർക്കാൻ പോലും അയാൾ ശ്രമിച്ചെന്ന് വരാം. പക്ഷെ ഇന്ത്യയുടെ പവർ ട്രംപിന് നന്നായിട്ട് അറിയാം. ഇവിടെ എങ്ങാനും കയറി പൊട്ടിച്ചാൽ അയാളുടെ അണ്ണാക്കി കയറി പൊട്ടിക്കാനുള്ള പവറൊക്കെ ഇന്ന് ഇന്ത്യക്കുണ്ട്. പണ്ടത്തെ ഇന്ത്യ അല്ലത്. ഇപ്പൊ എല്ലാം കൊണ്ട്, ഇപ്പോൾ വെള്ളത്തിൽ കൂടെ ആണെങ്കിലും വായുവിലൂടെ ആണെങ്കിലും കരയിലൂടെ ആണെങ്കിലും ഏത് തരത്തിൽ വന്നിട്ട് ട്രംപ് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ 10 ഇരട്ടി, അതായത് നമ്മളായിട്ടൊന്നും ചെയ്യാറില്ല, പക്ഷെ നമ്മളെ കയറി ചൊറിഞ്ഞാൽ നമ്മൾ കയറി മാന്തും. ആ ഒരു ലെവലിലാണ് ഇപ്പൊ ഇന്ത്യ നിൽക്കുന്നത്. കാരണം നമുക്കൊരു നല്ലൊരു ഭരണാധികാരി ഇപ്പൊ ഉണ്ട്, തൊടാൻ വന്നു കഴിഞ്ഞാൽ കയറി പൊളിച്ചു കൊടുക്കും, അണ്ണാക്കി കയറി പൊട്ടിക്കുമെന്ന് നന്നായിട്ട് അറിയാം ട്രംപിന്. അതുകൊണ്ട് ഇന്ത്യയോട് വലിയ രീതിയിൽ കളിക്കാനൊന്നും അയാൾ മുതിരില്ല. ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങോട്ട് 2 ആളെ പടയ്ക്കാൻ വന്ന അവിടുത്തെ 100 ആളെ പടയ്ക്കുമെന്ന് നന്നായിട്ട് അറിയാം. മാത്രമല്ല അമേരിക്കയുടെ ഉള്ളിൽ പോലും ഇന്ത്യയുടെ ചാരന്മാരുണ്ടാവും. നമുക്കറിയാം പല സ്ഥലങ്ങളിൽ ഇപ്പൊ അജ്ഞാതൻ
പലരെയും കൊല്ലുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യക്കെതിരെ ആര് വായ തുറന്നാലും, ഇന്ത്യ കത്തിക്കുന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചാൽ, ഇന്ത്യ വിഭജിക്കുമെന്നൊക്കെ പറയുന്നവര് പിറ്റേ ദിവസം ഒരു അജ്ഞാതനാൽ കൊല്ലപ്പെടുകയാണ്. ആരാണ് ഈ അജ്ഞാതൻ, എന്താണ് അജ്ഞാതം ഒന്നും അറിയില്ല. ചിലപ്പോൾ ഒരു ദിവസം ട്രംപ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന ചിലപ്പോൾ അയാൾ അണ്ണാക്കിലും ചിലപ്പോൾ നമ്മുടെ അജ്ഞാതന്മാർ വന്ന് പൊട്ടിക്കും. അത് നന്നായിട്ട് ട്രംപിന് അറിയാം. അപ്പൊ ആ രീതിയിൽ കളിക്കാനൊന്നും ഇപ്പൊ ട്രംപ് നടക്കില്ല എന്നറിയാം. സ്വാഭാവികമായിട്ട് ഇന്ന് മാറി നിൽക്കും. അടുത്ത ഓപ്ഷൻ എന്താണ്? അവരുടെ ഡോളറിനെതിരെ നിൽക്കുന്നവരെ സാമ്പത്തികമായിട്ട് തകർക്കാൻ ശ്രമിക്കുക. സ്വാഭാവികമായിട്ടും അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മാക്സിമം ടാക്സ് ഏർപ്പെടുത്തുക. 100-120% ടാക്സ് ഏർപ്പെടുത്തുക. സ്വാഭാവികമായിട്ട് പ്രൊഡക്റ്റ് പിന്നെ വിറ്റ് പോവില്ല. അത് ആ രാജ്യത്തെ ബാധിക്കും. പക്ഷെ ഇത് എത്ര നാൾ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും? കാരണം അമേരിക്ക ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അമേരിക്കയെ ഒറ്റപ്പെടുത്താനായിട്ട് മറ്റു രാജ്യങ്ങളെല്ലാവരും ഒന്നിക്കും. പിന്നെ അമേരിക്കയ്ക്ക് എവിടുന്നും പ്രൊഡക്റ്റ് കിട്ടാത്തൊരവസ്ഥ വരും. എല്ലാവരും വിചാരിക്കും ശരി കുറച്ച് ലാഭം പോയാലും കുഴപ്പമില്ല, അമേരിക്കയ്ക്ക് ഇനി സാധനം കൊടുക്കില്ല. ചൈന ഒരു ഭാഗത്ത് അത് പറയുന്നു, ശരി ഇനി ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊഡക്റ്റ് തരുന്നില്ല. അപ്പൊ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മാൻ പവർ ആയാലും പ്രൊഡക്റ്റ് ആയാലും അവർക്കായിട്ടുണ്ടാവുന്നതിന് ഒരു പരിധിയുണ്ട്. മറ്റു രാജ്യങ്ങളെ തന്നെ എന്തിനും അവർക്ക് സഹായം ആവശ്യം വരും. അവരെ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. മനുഷ്യനാണ്. മറ്റുള്ളവരെ ഒപ്പം നിൽക്കാതെ ഒറ്റയ്ക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല, എന്തൊക്കെ പറഞ്ഞാലും. അപ്പൊ മറ്റൊരു രാജ്യത്തിന്റെ സഹായം അവർക്ക് ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ ട്രംപ് സ്വയം കുഴിച്ച കുഴിയിൽ വീഴും എന്ന അവസ്ഥയിലേക്ക് പോകും. ഇന്ത്യ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി റഷ്യയുമായിട്ടും മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ അവരുടേതായ പണങ്ങൾ, അതായത് ഇന്ത്യൻ റുപ്പി അങ്ങോട്ട് പോകുന്നു, റഷ്യൻ റുപ്പീസ് അല്ലെങ്കിൽ റൂബിള് ഇങ്ങോട്ട് വരുന്നു, ചൈനയിലായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നു, ഗോൾഡിന്റെ റേറ്റ് കൂടുന്നു, ഗോൾഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഡോളർ താഴേക്ക് പോകും. ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത ട്രംപ് ഇനി അടുത്ത പരിപാടി, അതായത് നേരിട്ട് ആക്രമിക്കാനായിട്ട് ഇന്ത്യയിലൊന്നും പറ്റില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കലാപം ഉണ്ടാക്കുക എന്നതാണ്. പണ്ട് തൊട്ട് അവർക്ക് അങ്ങനത്തെ ചെറിയ പണികളൊക്കെ ഉണ്ട്. അയാള് പല രാജ്യങ്ങളും തങ്ങൾക്കെതിരെ തോന്നിയാൽ അവിടുത്തെ ഭരണാധികാരി മോശക്കാരനാണ്, അവരുടെ കയ്യിൽ ആയുധങ്ങൾ, ജൈവായുധങ്ങളോ രാസായുധങ്ങളോ എന്തൊക്കെയോ ഉണ്ട്, അവർ അത് കയ്യിൽ വെച്ചെങ്കിൽ ബാക്കി രാജ്യങ്ങൾക്ക് പ്രശ്നമാണ്, ഞങ്ങളത് പൊട്ടിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രസിഡന്റിനെയോ ഭരണാധികാരിയോ ഒക്കെ തകർക്കുന്ന ഒരു ശൈലിയുണ്ട്. എന്നിട്ട് പറയും ഞങ്ങളത് തകർത്തുന്ന തെളിവെടുക്കും, നിങ്ങൾ പറഞ്ഞ വ്യക്തികൾക്ക് ഈ ഒരു പരിപാടി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ തെളിവ് തരൂ എന്ന് പറയുമ്പോൾ അവർ വായടയ്ക്കും. തെളിവൊന്നുമില്ല, ഞങ്ങൾ പറയണത് വിശ്വസിച്ചാൽ മതി എന്ന് പറയുന്ന രീതിയാണ് ട്രംപിനും അമേരിക്കയ്ക്കുമുള്ളത്. അത് പഴയകാല ചരിത്രവും അത് തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതുപോലെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഓരോ രാജ്യങ്ങൾ പൊട്ടിക്കാൻ പറ്റാത്ത രാജ്യങ്ങളിലേക്ക് അവരെന്ത് ചെയ്യും? കലാപങ്ങളും അവിടെ തന്നെ വിദ്വേഷങ്ങളും ഉണ്ടാക്കി അവര് തമ്മിൽ തല്ലുപിടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് മുട്ടനാടുകളെ കൂട്ടിയിടിച്ച് ചോര പിടിക്കുന്ന പരിപാടിയില്ലേ, ആ രീതി നന്നായിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ സ്വാഭാവികമായിട്ടും കലാപങ്ങളും മറ്റുമൊക്കെ സൃഷ്ടിക്കാനായിട്ട് പണമൊഴുക്കും. അതായത് ഒരു തീവ്രവാദം അല്ലെങ്കിൽ മറ്റെന്ത് രീതിയിലാണോ ഈ രാജ്യങ്ങൾ, തങ്ങൾക്ക് ഒപ്പം നിൽക്കാത്ത രാജ്യങ്ങൾ നിൽക്കുന്ന അവിടേക്ക് ആ രാജ്യത്തിനെതിരെയുള്ള ആളുകളെ വളരെയധികം സപ്പോർട്ട് ചെയ്യും. അത് തോക്കും മറ്റായുധങ്ങളും കൊടുത്തിട്ടാവാം, പൈസ കൊടുത്തിട്ടാവാം. അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് ആ രാജ്യം കുത്തുപാടടിപ്പിക്കാൻ ശ്രമിക്കും. ആ സമയത്ത് ഒന്നും അറിയാതെ അവിടെ കയറി വന്ന് നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ആ രാജ്യത്തെ അങ്ങനെ ഏറ്റെടുക്കും. ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ അവരുടെ ഒരു സംസ്കാരവും അവരുടെ രീതികളുമൊക്കെ അമേരിക്കയ്ക്കെതിരാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ആ രാജ്യങ്ങളൊക്കെ വിറപ്പിക്കാനും ആ രാജ്യങ്ങളൊക്കെ ഒപ്പം കൂട്ടാനും, അതായത് വേറൊരു രീതിയിലല്ല, അവരെ നശിപ്പിച്ചിട്ട് അവരെ ഒപ്പം കൂട്ടുക എന്നുള്ള രീതിയൊക്കെയുള്ള രാജ്യമാണ് അമേരിക്ക. അമേരിക്കയുടെ ഈ രീതി മുന്നോട്ട് പോക്കൊക്കെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി രാജ്യങ്ങൾ അങ്ങനെ കയ്യും കെട്ടി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യയോട് ഈ കളി കളിച്ചാൽ മുമ്പത്തെ കാലമല്ല, നരേന്ദ്രമോദിയുടെ കൃത്യമായിട്ടുള്ള ഒരു അച്ചടക്കവും അതുപോലെ ആ ഒരു പവറും അത് നമുക്കിപ്പോൾ കാണാൻ കഴിയും. മറ്റു രാജ്യങ്ങളൊക്കെ ആയിട്ട് നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. ഒരു ഭാഗത്ത് ഇസ്രായേൽ ഉണ്ട്. നമ്മൾ ഒരു എനിക്കൊരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എന്തും എത്തും. അതിനുള്ള പവറൊക്കെ മോദി എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിലും ശ്രീമാൻ നരേന്ദ്രമോദി ഒരു പവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അമേരിക്ക ഇങ്ങോട്ട് കയറി കളിച്ചാൽ അമേരിക്കയെ കത്തിക്കാൻ പോകുന്നത് ഇന്ത്യ മാത്രമാവില്ല, ഇന്ത്യയുടെ കൂട്ടുകാരായിട്ട് പല ആളുകളും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് അങ്ങ് പൊതിയും. പിന്നെ ട്രംപിന് മര്യാദയ്ക്ക് നടക്കാൻ കഴിയില്ല, ഏച്ചുകെട്ടി അങ്ങനെ കഷ്ടപ്പെട്ടൊന്ന് മുന്നോട്ട് പോകേണ്ടി വരും. ചിലപ്പോൾ അമേരിക്ക തന്നെ ഭൂപടത്തിൽ നിന്ന് അസ്തമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതാണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഭാരതത്തോട് കളിച്ചാൽ ട്രംപിന് കിട്ടാൻ പോകുന്നത്. ഇത് നന്നായി അറിയുന്നതുകൊണ്ട് ആ രീതിയിലൊന്നും കളിക്കാനായിട്ട് ട്രംപ് ഒരുങ്ങില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, ട്രംപെ നിന്റെ കളികൾ നിന്റെ ചുറ്റുമുള്ള ചെറിയ കൊച്ചു രാജ്യങ്ങളിൽ മാത്രം കളിക്കുക. അതും കൊണ്ട് ഇന്ത്യയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ
നേരത്തെ പറഞ്ഞ പോലെ അണ്ണാക്കി കയറി പൊട്ടിക്കാനുള്ള പവറൊക്കെ ഇന്ന് ഇന്ത്യക്കുണ്ട്. അധികം കളിച്ചാൽ ഏതെങ്കിലും അജ്ഞാതന്റെ വെടിയിൽ തീരാനുള്ളതേ നീയുള്ളൂ എന്ന് മനസ്സിലാക്കൂ. അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പറയാനുണ്ടാവും. ആ പ്രതികരണങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.